അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാലത്തുനിന്ന് തൊട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിന് വൈകിട്ടോളുള്ള കുറച്ചധികം വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. കാരണം എന്താ പറയുക, അതും ആ മോളെ പാലൂടി മതിയാക്കിയിട്ടുണ്ടായിന്. അപ്പം അങ്ങനെ ഓളൊന്ന് ശരിയാക്കിയിട്ട് എടുക്കാൻ കുറച്ച് ദിവസം എടുത്ത് ഇപ്പം അൽഹംദുലില്ലാ ഓൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ചധികം റെസിപ്പീസും കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഇല്ലേ, അതൊന്ന് പ്രസ്സാക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, മിക്സി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രൗണീൻ്റെ റെസിപ്പി ഉണ്ട്. അതേപോലെ തന്നെ ലഞ്ചിനെല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി ആയിട്ടെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറീൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട്. ബാക്കിയുള്ള വിശേഷങ്ങളെല്ലായിട്ടും നമുക്ക് നേരെ വീഡിയോ നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് കടല ഇട്ട് കൊടുത്തിന്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കടലിൻ്റെ മേലെയായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതെന്താ അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം അപ്പുറത്ത് ചായക്കുള്ള വെള്ളം വെച്ചിന്, ചായ കോഫിയോ മക്കൾക്ക് കുടിക്കാനുള്ളതും എല്ലാം ആയി. അപ്പോൾ അതവിടെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിന്. അങ്ങനെ നമ്മളെ പത്തലിൻ്റെ പൊടിയെല്ലാം തീർന്നിന്. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വ്യത്യാസം രാവിലെ മക്കൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചപ്പാത്തിൻ്റെ പാക്കറ്റ് മീങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് അവർക്ക് ടിഫിൻ ബോക്സിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഫ്രിഡ്ജിൽ ഉണ്ടായതാണ്, തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് മാറ്റി വെച്ചിന്. ഇനി നമുക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിന് കണക്കിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1-2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് പെരിഞ്ജീരകം ഇല്ലേ, 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിന്. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞാലും വലുതായിട്ട് അരിഞ്ഞാലും പ്രശ്നമില്ല. നമുക്കിത് നമ്മൾ ബട്ടർ ചിക്കനെല്ലാം അരച്ചെടുക്കുന്നില്ലേ, അതേപോലെ തന്നെ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിന്. അതേപോലെ തന്നെ ചെറിയ പീസ് ഇഞ്ചി, ഒരു 7-8 അല്ലി വെളുത്തുള്ളി ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ചെറുതായിട്ട് മാറി വരട്ടെ. അപ്പോൾ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു കുഞ്ഞ് തക്കാളി ഇട്ട് കൊടുത്തിന്. അതേപോലെ തന്നെ ഒരു പൊടി ബദാം ഇട്ട് കൊടുത്തിന്. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ബദാം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തക്കാളിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടായിട്ട് ഇതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ 1.5 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, അതല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏതായാലും പ്രശ്നമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നല്ലോണം ചൂടാറിയിട്ടാകുമ്പോൾ ഇത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിന് ഫ്ലാസ്കിലേക്ക് ഒഴിക്കാനുള്ളത്. മക്കൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ കുടിക്കാൻ കൊടുക്കാൻ ഇപ്പോൾ ഇതുപോലെ ഫ്ലാസ്കിലെല്ലാം ഒഴിച്ച് വെച്ചാൽ ഈസിയല്ലേ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും അതുപോലെ ചെയ്തെടുക്കലുണ്ട്. ബാക്കിയുള്ളതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പാക്കുള്ള ചായ ആണിത്. അങ്ങനെ അതും ഒരു സൈഡ് റെഡിയാകുന്നുണ്ട്. ഇനി നമുക്ക് മക്കൾക്ക് കുടിക്കാനുള്ള കോഫി റെഡിയാക്കണം. അപ്പോൾ അവർക്ക് 7:30 മണിയാകുമ്പോൾ എല്ലാം റെഡിയാണ്. ടിഫിൻ ബോക്സും അവർക്ക് പോകുമ്പോൾ കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതും എല്ലാം റെഡിയാണ്. നമുക്ക് ഒരു 7:25 7:30 മണീൻ്റെ ഉള്ളിലായിട്ട് എല്ലാം റെഡിയാക്കണം. അപ്പോൾ ഇന്ന് ടിഫിൻ ബോക്സിൽ ചപ്പാത്തിയും കടലക്കറിയും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ കഴിക്കാനായിട്ട് ദോശയും. ചപ്പാത്തി അത്ര അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ദോശ മതി എന്ന് തന്നെ പറഞ്ഞിട്ട് പിന്നെ ദോശയും ചപ്പാത്തിയും മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചപ്പാത്തി ചൂടാനുള്ള പാനടെ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിന്. അങ്ങനെ അടിപൊളി കോഫിയും റെഡിയായിന്. ഞാൻ അങ്ങനെ ഉച്ചപാട് എന്തെങ്കിലും കുടിക്കണം അങ്ങനത്തെ ശീലമൊന്നുമില്ല. സാധാരണ അപ്പോഴെല്ലാം തോന്നുന്ന ആ ഒരു ടൈമിൽ മാത്രമാണ് ഇതുപോലെ കോഫിയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കൽ. ചായ കുടിക്കലില്ല, ഉമ്മാക്കും ഇല്ല ആ ഒരു ശീലം. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഉമ്മാക്കും വലിയ പ്രശ്നമൊന്നുമില്ല ഉച്ചപാട് ചായ കുടിക്കണം അങ്ങനെയൊന്നും. ഉപ്പാക്ക് മാത്രം മക്കളെല്ലാം സ്കൂളിലേക്ക് പോയ പാട് ഇങ്ങനെ കറിയൊന്നും കൂട്ടിയിട്ടല്ല, നമുക്കെന്തായാലും ആ സമയമാകുമ്പോഴത്തേക്ക് അപ്പം റെഡി ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ചൂട് പത്തലോ ദോശയോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ട് ചായ കുടിക്കും. അങ്ങനെ കോഫിയെല്ലാം നേരത്തെ റെഡിയാക്കിയിട്ട് വെച്ചത് ഒന്ന് ചൂടാറിയിട്ട് മക്കൾക്ക് വേഗം എടുത്ത് കുടിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അങ്ങനെ ഇനി നമുക്ക് കറിക്കുള്ള കറിച്ചപ്പില വേണം. അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് മസാല കറിച്ചപ്പില മാത്രം
നമ്മളിങ്ങനെ കുറേ പറിച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്കാക്കി വെക്കലില്ല. ഫ്രഷ് പറിച്ചിട്ട് കറിയിലേക്ക് ഇടുന്നത് ഒരു വേറെ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ്. രാവിലെ തന്നെ നല്ല മഴയുണ്ടായിന്. മഴ ഒന്ന് പോയി കഴിഞ്ഞിട്ടാവുമ്പോൾ കുറച്ച് ഇങ്ങനെ കറിച്ചപ്പില പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ നമ്മളെ പാനെല്ലാം നല്ലോണം ചൂടായിന്. ഇനി നമുക്ക് ചപ്പാത്തി ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പാക്കറ്റ് ചപ്പാത്തി മേങ്ങൽ കുറവാണ്. എപ്പോഴെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അരച്ചതില്ലെങ്കിലോ അല്ല കറണ്ട് പോയാലോ ചെറിയൊരു മടി വന്നാലോ അങ്ങനെ എപ്പോഴെങ്കിലെല്ലാം ഇങ്ങനെ മേങ്ങുമെന്നല്ലാതെ നമ്മളിതുപോലെ പാക്കറ്റ് ചപ്പാത്തി മേങ്ങൽ കുറവാണ്. അടുപ്പിച്ച് തിന്നുമ്പോൾ ഇത് മടുക്കും. നമ്മളിങ്ങനെ പുരയിലുണ്ടാക്കുന്ന പോലെയല്ല. എന്തായാലും ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. എന്തായാലും ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും ചേർക്കുമല്ലോ, അതിൻ്റെതായ ഒരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ഓരോ ദോശയായിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബാച്ച് ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ടായിന് അവർക്കിപ്പം പോകുമ്പോൾ തിന്നാനുള്ളത്. അവർ പറഞ്ഞ് ചപ്പാത്തി തന്നെ വേണ്ട, കുറച്ച് ദോശയും കൂടി ഇടണമെന്ന്. അങ്ങനെ ടിഫിൻ ബോക്സിൽ മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തേങ്ങയും ചോറും കൂടിയിട്ട് അരച്ചിട്ടുള്ള സാധാരണ ദോശയല്ലേ, അതാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മളെ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ചിന് എണ്ണ ഒഴിച്ച് കൊടുത്തിന്. അങ്ങനെ ഇപ്പുറത്ത് നമ്മളെ ദോശയും റെഡിയാകുന്നുണ്ട്. നല്ല തിന്നായിട്ടുള്ള ദോശയാണ് റെഡിയാക്കിയത്. മക്കൾക്ക് ഇഷ്ടമാണ് ഇതുപോലത്തെ ദോശ. ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 കുഞ്ഞുള്ളി അല്ലേ, അതും കൂടി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിന്. ഇനിയിലേക്ക് 2-3 പച്ചമുളക്, നമ്മളെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിച്ചപ്പിലയും എല്ലാം ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലോണം മൂത്ത ഒരു സ്മെല്ല് വരുമല്ലോ, ആ ഒരു ടൈമിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായ കടല ഇട്ട് കൊടുക്കുക. അപ്പോൾ കടല ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിന്. അത് നമുക്ക് ലാസ്റ്റ് അരച്ച് ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ടായിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് തള വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു മസാല റെഡിയാക്കിയിട്ടുണ്ടായിട്ടേ, അപ്പോൾ അത് ഒന്ന് ചൂടാറിട്ടാകുമ്പോൾ മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിൻ്റെ ഒരു ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതും ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിന്. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണ്ട അതിനനുസരിച്ചിട്ടുള്ള ഗ്രേവി റെഡിയാക്കിയിട്ട് എടുക്കുക. ഈ ഒരു ടൈമിൽ ഉപ്പെല്ലാം നോക്കുക, ഉപ്പെല്ലാം കണക്കിനുണ്ടോ എന്നെല്ലാം നോക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അത്ര വരെ നമുക്കൊന്ന് വെയിറ്റ് ആക്കാം. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ട് കറിയെല്ലാം ഒന്ന് ചെറുങ്ങനെ ഒന്ന് കുറുക്കിയിട്ട് റെഡി ആയിട്ട് വന്നിനി. അപ്പോൾ ഇനിയിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കസൂരി മേത്തിയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. അങ്ങനെ നമ്മളെ കറി റെഡി ആയിനടെ. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് മക്കളെല്ലാം സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിന്. ഫുഡ് കഴിച്ചിട്ട് അവർക്ക് ടിഫിനെല്ലാം റെഡിയാക്കിയിട്ട് അവർ അയച്ചിട്ടുണ്ടായിന്. അപ്പോൾ ആ ഒരു ടൈമെല്ലാം ആകുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരുന്നെങ്കിൽ ലേറ്റായി പോകുമല്ലോ. അങ്ങനെ അതെല്ലാം വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ട് മക്കൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ അവർ പോയി അത് കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി അരക്കാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിപ്പോൾ അരച്ചെടുത്തിന്. ഇനി ഇതിലേക്കുള്ള വെള്ളം കണക്കിന് ഒഴിച്ച് കൊടുക്കുക. ലൂസും അല്ല കട്ടിയല്ല, ആ ഒരു രീതിയിലേക്ക് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു തവയിലല്ല ഇത് ചുട്ടെടുക്കുന്നുള്ളത്, സാധാരണ ദോശച്ചട്ടിയല്ലേ അത് വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് രാവിലെ മക്കൾക്ക് അവർക്ക് നേരിയ ദോശയാണ് ഇഷ്ടം, ക്രിസ്പി ആയിട്ടുള്ള. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തവ വെച്ചിട്ടുണ്ടായത്. അങ്ങനെ ദോശച്ചട്ടി വെച്ച് ഇനി നമുക്ക് ഓരോന്നായിട്ട് ദോശ ചുട്ടെടുക്കാം. കുറച്ച് നമ്മൾ മുന്നേ ചുട്ടെടുക്കണമല്ലോ, ഇനിയിപ്പോൾ ഇത്രൻ്റെ ആവശ്യമില്ല, കുറച്ച് ദോശ മതി. അപ്പോൾ അത് മാത്രം നമുക്ക് ചുട്ടെടുക്കാം. ഈ ഒരു ദോശ എല്ലാത്തിൻ്റെയൊക്കെയും അടിപൊളിയാണ്. നമ്മുടെ കാസർഗോട്ടാറ് കൂവിൻ്റെ മഞ്ഞൾ തന്നെ ഉണ്ട്, അതിലേക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ കാസർഗോട്ടാറിന് സ്പെഷ്യലായിട്ടുണ്ട് മുട്ടമുളക്, അങ്ങനത്തെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം പൊളിയാണവ ഈ ഒരു ദോശ. അങ്ങനെ ദോശ എല്ലാം ഓരോന്നായിട്ട് ഇടാൻ റെഡിയാകുന്നുണ്ട്. പിന്നെ ദുവാമോളെ പാലുടിയെല്ലാം മതിയാക്കിന് കുറച്ച് ദിവസമായി. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒരാഴ്ച എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്തുള്ളതാണ്. അപ്പോൾ അവൾക്ക് എണിച്ചവാട് തന്നെ ഇതുപോലെ ബോട്ടിൽ പാൽ കൊടുക്കലുണ്ട്. ഞാൻ മുന്നേ എല്ലാം ഗ്ലാസ്സിൽ തന്നെയാണ് കൊടുക്കൽ. ഇപ്പോൾ അവൾ പാലുകൂടി മതിയാക്കിയത് കൊണ്ട് അവൾക്ക് ആവശ്യത്തിനുള്ള പാൽ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ടിലാക്കിയിട്ട് തന്നെയാണ് കൊടുക്കൽ. ദിവസം ബോട്ടിൽ പാൽ കൊടുക്കുന്നതിനോണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഇത് തിളപ്പിക്കേണ്ടി വരലുണ്ട്. കാലത്ത് എപ്പോഴും ഞാൻ ഇതുപോലെ തിളപ്പിച്ചിട്ട് അവൾക്ക് എണിക്കുമ്പോഴത്തേക്ക് പാൽ കൂട്ടിയിട്ട് വെക്കലാന്ന്. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ജമ്മുവിന് പോകാനുള്ള സമയവും അതിന് 9 മണിക്കാണ് അവൾ വണ്ടി വരൽ. അതിൻ്റെ ഇടയിൽ തന്നെ ദുവാമോളും എണിച്ചിട്ടുണ്ടായിന്.
അവൾക്ക് ഇഷ്ടമാണ് കടലക്കറി ദോശയും ഓൾക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ കുറച്ച് കഴിക്കും. നമ്മൾ കുറച്ച് ചെറുപ്പത്തിലെ ഇതുപോലെ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഴിക്കാൻ പഠിക്കുമല്ലോ. അങ്ങനെ കഴിക്കുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് ടോയ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് കുറച്ചൊന്ന് ഇപ്പോൾ പാലുടി മതിയാക്കിയതുകൊണ്ട് തന്നെ കുറച്ച് നിർബന്ധിപ്പിച്ചിട്ട് തന്നെ ഞാൻ കഴിപ്പിക്കലുണ്ട്. ആപ്പിള് പഴം ഇതെല്ലാം ചെറിയ പീസാക്കിയിട്ട് ഫോർക്കെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്വന്തമായിട്ട് കുത്തിയിട്ട് കഴിക്കലുണ്ട്. ചെറുപ്പത്തിലെ അത് ശീലിപ്പിച്ചുകൊണ്ട് തന്നെ അവൾക്ക് ഇതുപോലെ സ്വന്തമായിട്ട് കഴിക്കാനറിയാം. അപ്പോൾ അത് നല്ലതാണ് അതുപോലെ ശീലിപ്പിക്കുന്നത്. അപ്പുറം ഇപ്പുറം ഉപ്പാവുമാലും ഉണ്ട് നിന്നിട്ട് അവളോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അവൾ ഇങ്ങനെ കാണിച്ചിരുന്നുള്ളത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് പത്തലിനൊന്ന് പൊടിക്കാനുണ്ട്. അപ്പോൾ അതിലേക്കുള്ള അരിയാണിത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുക്കൽ എങ്ങനെ അറിയോ, 10 കിലോ പത്തലിൻ്റെ അരി എടുക്കുന്നുണ്ടെങ്കിൽ 1 കിലോ പച്ചരി ഈ ഒരു രീതിക്കാണ് എടുക്കലുള്ളത്. അടിപൊളിയായിട്ട് കിട്ടലുണ്ട്. നമ്മൾ അരച്ച പത്തലിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനുണ്ടാവൽ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പറ്റിപ്പിടിക്കലോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതിങ്ങനെ ചുടുന്നത് നല്ലതല്ലേ, ഞാൻ ചുടുന്ന സമയത്ത് പറഞ്ഞുതരാവേ. അപ്പോൾ അങ്ങനെ അരിയെല്ലാം ഒന്ന് ഇത് അളന്നിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചെല്ലാം ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട് വെള്ളാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദുവാമോൾ കരുന്നതുകൊണ്ട് അവൾക്ക് കാർട്ടൂണ് കുറച്ച് സമയം വെച്ച് കൊടുക്കലുണ്ട്. അവൾക്ക് ഇഷ്ടമാണ്. കാത്തു അതേപോലെ തന്നെ മങ്കിൻ്റെ അതുപോലത്തെ കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ഇരുന്നോളൂ. അടുത്തൊന്നും ഇരുത്തലൊന്നുമില്ല, കുറച്ച് ദൂരമായിട്ടാണ് ഇരുത്തൽ. ഇനി ഞാനില്ലേ അധികവും ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. ഈ നല്ല വെട്ടിത്തിളങ്ങുന്നത് പോലെ ഉണ്ടാവും കൗണ്ടർ ടോപ്പും ഗ്ലാസിൻ്റെ ടാബിളെല്ലാം. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ പകുതി വെള്ളം എടുക്കും. അതേപോലെ തന്നെ ഒരു 1/4 ഭാഗം വിനെഗിരിയില്ലേ അതെടുക്കും. അതേപോലെ തന്നെ ഒരു 1/2 സ്പൂണ് ഏതെങ്കിലും നമ്മൾ ഈ പ്രില്ലോ അല്ല നമ്മൾ ഏതെങ്കിലും ഉപയോഗിക്കുന്ന ലിക്വിഡ് അതെടുക്കും. അതേപോലെ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇതുപോലെ കംഫർട്ട് ഏതായാലും പ്രശ്നമില്ല, അത് 1-2 സ്പൂൺ എടുക്കും. ചെറിയൊരു കളറും ഉണ്ടാവും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇപ്പം ഇത് തീർന്നാലില്ലേ രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സമാധാനക്കേട്. ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉപയോഗിച്ചാലില്ലേ പിന്നെ ഇതില്ലാതെ നമുക്ക് കഴിയില്ല. ഞാൻ മുന്നേ സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് ഉപയോഗിക്കലുണ്ടായത്. ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് ആ ഒരു സ്പ്രേ ബോട്ടിൽ മോശമായിപ്പോയി, രണ്ടാമത് മേങ്ങിയതില്ല, അതത്ര ശരിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു ബോട്ടിലേക്ക് മാറ്റിയതാണ്. അങ്ങനെ നമ്മൾ അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. അരിയെല്ലാം വെള്ളമെല്ലാം അറിയിന്. ഇനി നമുക്ക് ഇതുപോലെ ഒരു തുണി വിരിച്ചിട്ട് അതിൽ ഇട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്താൽ മതി. അടിഭാഗമെല്ലാം ഒന്ന് മേലെ ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇത് രാവിലെ നമുക്കിതുപോലെ അരിപ്പയിലെല്ലാം ഇട്ടിട്ട് നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം എല്ലാം ആകുമ്പോഴത്തേക്ക് റെഡിയാവും. വൈകുന്നേരം ആകുമ്പോൾ മില്ലിൽ കൊടുത്തിട്ട് നല്ലോണം പൊടിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ജമ്മുവിൻ്റെ ഒരു വൈറ്റ് ഡ്രസ്സിൽ കൈൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ഒരു കറി ഉണ്ടായിരുന്നു, അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അലയിൽ ഇട്ട് വെച്ചതാണ്. ഇതുപോലെ ഇട്ട് വെക്കുന്നതിനേക്കാളും നല്ലതില്ലേ അലക്കുന്ന കല്ലിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഏതെങ്കിലും സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടായിട്ട് ആ ഒരു കറയുള്ള ഭാഗത്തേക്ക് മാത്രം ക്ലോറക്സ് ആക്കി കൊടുക്കുക. എന്നിട്ടായിട്ട് ബ്രഷ് വെച്ചിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട്. അതാകുമ്പോൾ നമ്മളെ കയ്യിലും വലിയ പ്രശ്നമായില്ല. ഇതുപോലെ ബക്കറ്റിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അലക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഇത് കയ്യിലെല്ലാം മൊത്തത്തിലാവും. ഒരു ഗ്ലൗസെല്ലാം ഉപയോഗിക്കുന്നതായിരിക്കും ഇതുപോലെ ചെയ്യുമ്പോൾ നല്ലത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ പാട് ഞാൻ ദുവാമോൾക്ക് നാടൻ മുട്ട ഉണ്ടായിന്, അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഒരു പാനിൽ ഒഴിച്ച് കൊടുക്കും. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് പാനിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ അവൾക്ക് ഇടയ്ക്ക് അധികം കൊടുക്കലുണ്ട്. അതല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയതോ ഏതെങ്കിലും ഫ്രൂട്ട്സ് കട്ടാക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കലുണ്ട്. ഇന്ന് ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇഷ്ടമാണ് ഇതുപോലെ കൊടുക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലോണം ഇഷ്ടമാവും. നമുക്ക് തന്നെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കുമ്പോൾ. ഇതിലേക്ക് പിന്നെ ഒരു പിഞ്ച് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നല്ലൊരു പാൻ കേക്കെല്ലാം കഴിക്കുന്ന പോലെ ഉണ്ടാവും. കുഞ്ഞ് പാനിൽ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കട്ടിയിൽ നല്ലൊരു കേക്ക് പോലെയെല്ലാം കിട്ടും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, എല്ലാവർക്കും ഇഷ്ടമാവും. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇത് കുഞ്ഞു പീസാക്കിയിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓളിങ്ങനെ ഓരോന്നെടുത്തിട്ട് കഴിച്ചോളും.
പാലുകൂടി മതിയാക്കിയ കുഞ്ഞുങ്ങൾക്കില്ലേ വിശപ്പ് കുറച്ച് അധികം തന്നെ ഉണ്ടാവും. എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു രാത്രി ഫുള്ളും പാൽ കുടിക്കുന്നതല്ലേ. ഇതിപ്പോൾ അവർക്ക് എന്തായാലും നല്ലോണം വിശക്കും. രാവിലെ ഉച്ചപാട് തന്നെ ദുവാമോള് ചോദിക്കലുണ്ട് പാപ്പി വേണോ അപ്പം വേണോ എന്നെല്ലാം പറയലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾക്ക് ഇതുപോലെ എന്തെങ്കിലും നമ്മൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ കഴിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ കഴിക്കും. അരിയെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചിട്ടും മറിച്ചിട്ടെല്ലാം ഒന്ന് മാറ്റി കൊടുക്കണം. അതാവുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ അടിഭാഗത്തെല്ലാം നനവ് പോയിട്ട് നിന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മളെ ചോറിനുള്ള നല്ലൊരു കറി ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിന്, അതേപോലെ തന്നെ മുരിങ്ങക്കോല് തൊലി കളഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിന്. ഇതിനൊരു 6-7 മുളക്, നമ്മളെ കാശ്മീരി ചില്ലിയില്ലേ അതും, ഒരു 1/2 സ്പൂണോ 1 സ്പൂണോ മല്ലി അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ചൂടാക്കിയിട്ട് എടുക്കുക. ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് ഇതിപ്പോൾ നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ദുവാമോളെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഓള് ഉമ്മ പുറത്തിരിക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയി. ഇനി അവിടെ കുറച്ച് സമയം കളിച്ചോളും. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണിയെല്ലാം നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചെമ്മീനും മുരിങ്ങക്കോലും ഇട്ടിട്ടുള്ള കറിയാണ്. അപ്പോൾ കുറച്ച് മുരിങ്ങക്കോലാണ് അന്ന് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ കുറച്ചധികം മുരിങ്ങക്കോൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടായിട്ട് പരിപ്പും തക്കാളി ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വേവിച്ചിട്ടായിട്ട് അതിലേക്ക് തന്നെ മുരിങ്ങക്കോൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വേവിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ പരിപ്പ് ഇട്ട് കൊടുക്കുന്നതിനോണ്ട് തന്നെ പരിപ്പിൻ്റെ ഒന്നിച്ചിട്ട് മുരിങ്ങക്കോൽ ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടിയിട്ട് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായ ചെമ്മീനും ഉള്ളി തക്കാളി എല്ലാം ഇല്ലേ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം തിളപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് തള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്തച്ചിട്ടുണ്ടായ മുളകും കൊത്തമ്പാരി ഇല്ലേ അതും അതിലേക്ക് ഒരു മുറി തേങ്ങാവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ടായിട്ട് ലാസ്റ്റ് ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരല്ലി വെളുത്തുള്ളി മതി, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിലേക്ക് കണക്കിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ അരക്കുന്ന സമയത്ത് തന്നെ കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. കുറേ ഒന്നും വേണ്ട, ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടായിട്ട് നമുക്ക് എത്ര വെള്ളം വേണ്ട, നല്ലോണം വെള്ളം ആക്കണ്ട കട്ടിയും ആക്കണ്ട, സാധാരണ രീതിയിലാക്കിയിട്ട് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിന്, കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിന്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു 5-6 മുരിങ്ങക്കോലുണ്ടെങ്കിൽ അത് ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം എടുത്തിട്ട് അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പരിപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ എനിക്ക് 2 മുരിങ്ങക്കോല് മാത്രമാണ് കിട്ടിയിട്ടുണ്ടായത്. മുരിങ്ങക്കോല് ഷോപ്പിൽ വിളിച്ചിട്ടാകുമ്പോൾ തീർന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് 2 മുരിങ്ങക്കോല് കിട്ടിയതുകൊണ്ട് അപ്പോൾ പിന്നെ എന്തായാലും കറി കുറവേലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ പരിപ്പിട്ട് കൊടുക്കേണ്ട, മുരിങ്ങക്കോലും ചെമ്മീനും മാത്രം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ലാസ്റ്റ് കറി ഒന്ന് താളിച്ചിട്ടെടുത്തിന്. കടുകും കറിച്ചപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ കറി നമ്മൾ റെഡി ആയിന്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ ജമ്മും വന്ന് ഇതിപ്പോൾ കുറേ സമയമായില്ല രണ്ടാളും കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോഴുള്ളൊരു സ്നേഹപ്രകടനമാണ്. പിന്നെ നല്ല മഴയും ഉണ്ടായിനന്ന്. അപ്പം നല്ല മഴയത്ത് നല്ല ചൂട് മുരിങ്ങക്കോല് ചെമ്മീൻ ഇതുപോലത്തെ കറിയും അതിലേക്ക് ഒരു പപ്പടം അച്ചാറ് തൈരെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയല്ലേ. അങ്ങനെ ചോറും പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബ്രൗണിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പം അങ്ങനെ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ഡാർക്കും മിൽക്ക് കോമ്പൗണ്ടിൽ രണ്ടും മിക്സ് ആക്കിയിട്ട് എടുത്തിന്. അപ്പോൾ അതിപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ചെയ്യുന്നുള്ളത്. നമ്മൾ ആ ഒരു വെക്കുന്ന പാത്രം വെള്ളത്തിലേക്ക് തട്ടാത്ത രീതിയിൽ വേണം വെക്കാൻ. പിന്നെ ബട്ടർ വേണം, 100 ഗ്രാം ബട്ടർ എടുത്തിന്. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ ആയ ബട്ടറാണ്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ഉപയോഗിക്കാനേ പാടില്ല. അതിൻ്റെ ആ ഒരു തണുപ്പ് കംപ്ലീറ്റ് പോയി കഴിഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. പുറത്തൊരു 2-3 മണിക്കൂർ പുറത്ത് വെച്ചാൽ തന്നെ ആ ഒരു തണുപ്പെല്ലാം പോയിട്ട് സാധാരണ ഒരു റൂം ടെമ്പറേച്ചറിൽ ആയിട്ടുണ്ടാവും. അതുപോലത്തെ ബട്ടർ തന്നെ വേണം ഉപയോഗിക്കാൻ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് കട്ട കെട്ടി പോവും. ഇനിയിത് ഇതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ചൂട് കൊള്ളുമ്പോൾ തന്നെ നല്ലോണം മെൽട്ടായിട്ട് കിട്ടിക്കോളും. ഒന്ന് മെൽട്ടായി തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. ഒന്ന് പകുതി മുക്കാലോളം മെൽട്ടായി കഴിഞ്ഞിട്ടായിട്ട്
ഫ്ലെയിം ഓഫാക്കിയിട്ട് അതേ ചൂടിൽ തന്നെ നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് എല്ലാം നല്ലോണം മെൽട്ടായി. ഇപ്പോൾ ചൂടെല്ലാം ആറിയിട്ട് വന്നിന്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ മോള് വന്നിട്ട് കണ്ടില്ല, ചോക്ലേറ്റ് എല്ലാം കണ്ടിട്ടാകുമ്പോൾ ഓൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഫുള്ള് ഡ്രസ്സിലെല്ലാം മൊത്തത്തിൽ കൊളാക്കുന്നുണ്ട്. അങ്ങനെ ഇനി നമുക്ക് പൊടികളെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ടോട്ടൽ 1 കപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതിൽ 1/4 കപ്പ് കൊക്കോ പൗഡറും അതേപോലെ തന്നെ 3/4 കപ്പ് മൈദയും. അപ്പോൾ 1/4 കപ്പ് ഫസ്റ്റ് 1 കപ്പ് 250 ml മെഷർമെൻറ്റ് കപ്പില്ലേ, അതിൽ 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടായിട്ട് ബാക്കിയുള്ള ഭാഗം മൈദ വെച്ചിട്ട് ഇതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 1 കപ്പായി 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡർ, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിലേക്ക് പിഞ്ച് സാൾട്ട് വേണം. പിന്നെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഇനി നമുക്ക് എന്താക്കണം അറിയാം, ഇതൊന്ന് നല്ലോണം അരിച്ചെടുക്കണം. കൊക്കോ പൗഡറിൽ കട്ടയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. എന്തായാലും 2-3 വട്ടം അരിച്ചെടുക്കണവ, അങ്ങനെയാകുമ്പോൾ അന്ന് കറക്റ്റ് അത് മിക്സായിട്ട് കിട്ടുന്നതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടെക്സ്ചറിലുള്ള കേക്ക് നമുക്ക് കിട്ടുന്നതും. അങ്ങനെ ഇതിപ്പോൾ നല്ലോണം അരിച്ചെടുത്തിന്. ഇനി ഇതൊന്നും കൂടി നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒരു വിസ്കോ സ്പൂണോ എങ്ങനെയായാലും പ്രശ്നമില്ല, നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിന്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സിൻ്റെ ജാറ് വേണം. അപ്പോൾ അതിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ കഴിയില്ല, നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടാകണം. ഇപ്പം ഞാനിവിടെ 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിന്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 3 മുട്ടയാണ്. അതും അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ഒന്നും എടുക്കാതെ, ഫ്രിഡ്ജിലുണ്ട് മുട്ടെങ്കിൽ നേരത്തെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് നല്ലോണം തണുപ്പെല്ലാം പോയി കഴിഞ്ഞിട്ടായിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 3 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചിന്. ഇനി ഇതങ്ങനെ ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒരു മിനിറ്റിൻ്റെ അടുത്തായിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒന്ന് ഇടയ്ക്ക് ഓഫാക്കുക, കുറച്ചും കൂടി അടിക്കുക, അതുപോലെ അടിച്ചിട്ട് ഒന്ന് നല്ല ഫ്ലഫി ആക്കിയിട്ട് എടുക്കുക. 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് വരും. എന്നിട്ടായിട്ട് ആ ഒരു ബാറ്ററില്ലേ, അത് നമ്മൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിലല്ല ഇതുള്ളത്. ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മതി. ഓവറായിട്ട് അടിച്ചിട്ട് ബീറ്റാക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 മിനിറ്റോളം മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ബീറ്ററിൽ അടിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിൽ തന്നെ കുറച്ച് സമയം ഒന്ന് അടിച്ചാൽ മതി. സാധാരണ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പോലെ കുറേ സമയം അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 മിനിറ്റോളം മാത്രം ഒന്ന് ബീറ്റർ വെച്ചിട്ട് ഒന്ന് അടിച്ചാൽ മതി. നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു പഞ്ചസാര നല്ലോണം ഒന്ന് അലിഞ്ഞിട്ട് വരണം, അത്രമാത്രം മതി. ഇപ്പോൾ നമ്മൾ ചോക്ലേറ്റും ഒരു എഗ് മിക്സും എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ടായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, ഇതേപോലെ ഒന്നിച്ചിരുന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ പറയുന്ന പോലെ തന്നെ ഓവർ മിക്സ് ആക്കാനൊന്നും നിൽക്കണ്ട. എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സായി കിട്ടിയാൽ മാത്രം മതി. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട്, അതിന് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ലാസ്റ്റായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ചോപ്പാക്കിയതോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇടയിൽ കടിക്കുമ്പോൾ. ഞാൻ ചോക്ലേറ്റ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 കുഞ്ഞു ട്രേയിലായിട്ടാണ് ബേക്ക് എടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കയ്യിൽ 7 ഇഞ്ചിൻ്റെ ടിൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുക. അതല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതി. സ്ക്വയർ ടീനിൽ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് കട്ടാക്കിയിട്ട് എടുക്കാൻ അതല്ല നല്ലത്. ബ്രൗണി അധികം സ്ക്വയർ ടൈപ്പിൽ തന്നെയല്ല ഉണ്ടാകുന്നത്. ഞാൻ ഒന്ന് ഇതേപോലത്തെ ഒരു ട്രേയിലും മറ്റേത് റൗണ്ട് ട്രേയിലാണ് എടുക്കുന്നുള്ളത്. നമുക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ, വലിയ പ്രശ്നമില്ല. പുറത്തെല്ലാം ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ സ്ക്വയർ ടൈപ്പിൽ തന്നെ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്നുമില്ല. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതും വലിയ പ്രശ്നമായിട്ടൊന്നും വന്നിട്ടാ, കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് ആറിക്കഴിഞ്ഞിട്ടായിട്ട് ഇതിൽ നിന്ന് മാറ്റിയാൽ മതി, ടിന്നിൽ നിന്ന് മാറ്റിയാൽ മതി.
അപ്പോൾ നിങ്ങൾ ഓവണിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ 160 170 നിങ്ങൾ ഇത് ഏലാന്ന് വെക്കുന്നത് അതുപോലെ ഒന്ന് വെച്ചിട്ട് ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അടിക്കട്ടിയുള്ള നല്ലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ടിന്ന് വെച്ചിട്ട് ഒരു 30-35 മിനിറ്റ് തന്നെ 30 മിനിറ്റ് കഴിഞ്ഞ പാടൊന്ന് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ചിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്താൽ മതി. വൈകുന്നേരം തന്നെയാണ് ഈ ഒരു ബ്രൗണിയും ചെയ്തിട്ടുണ്ടായത്. ഉപ്പ് അങ്ങനെ കേക്കൊന്നും തോന്നിയില്ല, ബ്രെഡ് ഉണ്ടായിന്. അപ്പം മുട്ടയും പാലും പഞ്ചസാരയും ഏലക്കയിലും ഇട്ടിട്ട് ഇതേപോലെ ബ്രെഡ് ഫ്രൈ ആക്കിയിട്ട് എടുത്തത് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതും ആക്കിയിട്ടുണ്ടായിന് ചായക്ക്. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ബട്ടൺ പ്രസ്സാക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ആക്കാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ടാക്കിയിരവ. ഇപ്പോൾ നമ്മളെ ബ്രൗണി കണ്ടില്ല, അടിപൊളിയായിട്ട് തന്നെ കിട്ടീനി. എൻ്റെ ഒരു മുകൾ ഭാഗം കണ്ടില്ല, ഈ ഒരു രീതിയിലാണ് ബ്രൗണി ഉണ്ടാവല്. അപ്പോൾ എന്തായാലും ഒരിക്കലും ട്രൈ ആക്കിയിട്ട് നോക്കാവേ. അപ്പോൾ ഇതേപോലെ തന്നെ ട്രൈ ആക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ആക്കാൻ മറക്കണ്ട. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാവേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ ബൈ, താങ്ക് യു.